ഏതൊക്കെ പൊസിഷനിലാണ് കുഞ്ഞിനെ ഗ്യാസ് കെട്ടേണ്ടത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ രീതി സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ കുഞ്ഞിനെ തലയും കഴുത്തും സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ പിടിക്കുക. കുഞ്ഞിനെ തോളിലേക്ക് ഇങ്ങനെ കിടത്തണം. എപ്പോഴും കിടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന്റെ വയറ് ഇവിടെ ടച്ച് ചെയ്ത് ഇരിക്കത്തക്ക രീതിയിൽ വേണം വരാനായിട്ട്. എപ്പോഴും തലയും കഴുത്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നെക്ക് കൺട്രോൾ ആവുന്നത് വരെ എപ്പോഴും തലയും കഴുത്തും സപ്പോർട്ട് ചെയ്ത് പിടിച്ചതിന് ശേഷം മാത്രം ഗ്യാസ് കെട്ടാനായിട്ട് ശ്രമിക്കുക. ഓപ്പോസിറ്റ് ഹാൻഡ് ഇതുപോലെ കുഴിച്ചു പിടിക്കുക. എന്നിട്ട് താഴേന്ന് മേളിലേക്ക് ഇങ്ങനെ പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റ് ഇതുപോലെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും കുഞ്ഞ് നല്ല രീതിയിൽ ഗ്യാസ് കളയുന്നതായിരിക്കും. ചില കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ തോളത്ത് കിടത്തി വയറമർന്നിരിക്കത്തക്ക രീതിയിൽ ജസ്റ്റ് ബാക്കിൽ നിന്ന് ഒന്ന് തടവി കൊടുത്ത് ഗ്യാസ് പോകുന്നതായിരിക്കും. ബർപ്പിംഗ് കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് തലയും കഴുത്തും ബട്ടക്സും ഹോൾഡ് ചെയ്യുക. എന്നിട്ട് കുഞ്ഞിനെ പതുക്കെ ഇങ്ങനെ ചെരിച്ചെടുക്കാവുന്നതാണ്. അടുത്ത പൊസിഷനാണ് തൊടയിൽ കിടത്തി ഗ്യാസ് കിട്ടുന്നത്. അതും അതെ, കുഞ്ഞിനെ തലയും കഴുത്തും സപ്പോർട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് കുഞ്ഞിനെ തൊടയിലേക്ക് കമഴ്ത്തി വെക്കണം. താഴേന്ന് മേളിലേക്ക് ഇതുപോലെ കപ്പ് ഫിംഗർ കൊണ്ട് ഒരു 5 മിനിറ്റ് തട്ടി കൊടുക്കാം. ഈ രീതിയിലും കുഞ്ഞിനെ ഗ്യാസ് തട്ടി കൊടുക്കാവുന്നതാണ്. എടുക്കുമ്പം തലയും കഴുത്തും ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് ബട്ടക്സും സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നെക്സ്റ്റ് പൊസിഷനാണ് സിറ്റിംഗ് പൊസിഷൻ. നിങ്ങൾ കംഫർട്ടാണ്, കോൺഫിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഇരുത്തി ബർപ്പ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇരുത്തി ബർപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ പാം കൊണ്ട് കുഞ്ഞിന്റെ സ്റ്റൊമക്കിന്റെ അങ്ങോട്ട് ജസ്റ്റ് കംപ്രസ് ചെയ്യത്തക്ക രീതിയിൽ കുഞ്ഞിനെ പിടിക്കണം. ചീക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞിനെ പതുക്കെ ഫ്രണ്ടിലേക്ക് ചാരി ഇരുത്തി താഴേന്ന് മേളിലേക്ക് തട്ടി കൊടുക്കാവുന്നതാണ്. ഇതും അതെ, ഒരു 5 മിനിറ്റ് ഗ്യാസ് തട്ടി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ 3 പൊസിഷൻസും കുഞ്ഞിനെ ഗ്യാസ് തട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഏത് പൊസിഷനാണോ നിങ്ങൾക്ക് കംഫർട്ട് ആ ഒരു പൊസിഷനിൽ ഗ്യാസ് തട്ടാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഫീഡിങ് കഴിഞ്ഞ് ഗ്യാസ് തട്ടാതെ കുഞ്ഞിനെ കിടത്തരുത്.